പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവുമെന്ന രണ്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നമുക്കിനി ചർച്ച ചെയ്യാം. ആദ്യത്തെ രണ്ട് വരികളും സമസ്ത പദങ്ങളാകും. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബെ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം വിമലാംബുജദ്യുതിപദാം ആർത്തിച്ഛിദം കാഞ്ചിത് തവ മൂർത്തിം അഹം ആലംബേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. കേയൂരം, അങ്കദം, വളകൾ, മോതിരം ഇവകളാൽ അലങ്കൃതമായ ഭുജങ്ങളിൽ ശംഖം, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ചതും പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും നിർമ്മലമായ താമരപ്പൂ പോലെ കാന്തിയേറിയ തൃപ്പാദങ്ങളോടു കൂടിയതും ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതും വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത മഹിമയേറിയതുമായ ഭഗവാന്റെ സ്വരൂപത്തെ ഞാൻ ശരണാഗതനായി പ്രാപിക്കുന്നു.